രസമുണ്ടായിരുന്നു. താങ്ക് യു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സോങ്. എനിക്ക് കാവ്യച്ചി രണ്ടുപേരെ അങ്ങനെ ഫുൾ ഡാൻസ് ഒക്കെ ആയിട്ട് വിഷ്വലി ഭയങ്കര അടിപൊളിയായിട്ടുള്ള സോങ്. സാരിയാ തോന്നുന്നല്ലേ? ആ അതെ അതെ, മുല്ലപ്പൊക്കെ വെച്ച് മുടിയൊക്കെ പിന്നെ ഒരാളെ സ്പെക്കൊക്കെ വെച്ച്. അതെ അതെ അതെ. പക്ഷെ ഭയങ്കര രസമായിട്ട് അതേ ഫീൽ ഉണ്ടായിരുന്നു ശരിക്കും. രസമായി. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ചോദിക്കാം. ഓക്കെ. റിമി ചേച്ചി. ഓ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ് രവീന്ദ്രൻ മാഷിന്റെ മ്യൂസിക് ഡയറക്ഷനിൽ ചിത്ര ചേച്ചി പാടിയ. അതിന്റെ വിഷ്വൽ അടക്കം നമ്മുടെ മനസ്സിലോട്ട് വരുന്ന ഒരു, അറിയാണ്ടേ ഇപ്പൊ ക്ലാസിക്കൽ ഡാൻസ് അറിയത്തില്ലാത്ത ഒരാൾക്ക് പോലും, അതെ ആർക്കാണല്ലേ, എല്ലാവരുടെയും കൈ പോലും നമുക്ക് അറിയാണ്ട്, നമുക്കൊക്കെ അറിയാൻ തോന്നും അല്ലേ, ഡാൻസ് അറിയാൻ തോന്നും. പക്ഷെ ഒന്നും അറിയത്തില്ലാത്ത എനിക്ക് പോലും, ഞാൻ പോലും ഇങ്ങനെ മുഖം മറച്ചു ഇങ്ങനെയൊക്കെ പോവാ. എല്ലാം മോളുടെ എനിക്കൊന്ന് എന്ത് സിംഗിങ്ങിലേ എന്ത് ഒതുക്കവും, കണ്ട മോളെ കണ്ടിട്ട് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. എന്ത് മച്യൂർഡായിട്ട് മോള് പാട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു രീതി എന്നെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. താങ്ക് യു. എനിക്കെന്തോ മോളുടെ, എനിക്ക് ഇവർക്ക് കുറച്ച് കൂടുതൽ പാട്ടുകൾ കേട്ടിട്ടുള്ള ഇതുണ്ട്. പക്ഷെ എനിക്കെന്തോ ഞാൻ ഫസ്റ്റ് ടൈം കേൾക്കുന്നത്, ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇത് രസമായിട്ട് ഭയങ്കര മോള് വലിയ ആൾക്കാരൊക്കെ പാടുന്ന പോലെ. പിന്നെ ലാസ്റ്റ് കൊണ്ട് ഈ കണ്ണ് കിട്ടുക എന്നൊക്കെ പറയല്ലേ, ഇപ്പൊ ഈ നമ്മളിപ്പം സെഞ്ചുറി അടിക്കാൻ വേണ്ടി നിന്നിട്ട് 99 പോയിട്ട് ഒരാഴ്ച ഔട്ടാവുന്ന സംഭവങ്ങൾ എന്തായാലും ഉറപ്പാ 100 അടിക്കും എന്ന് പറഞ്ഞ അവസരത്തിലൊക്കെ ചിലപ്പോ സച്ചിനൊക്കെ ഔട്ടാവുന്ന പോലത്തെ ലാസ്റ്റ് മറിച്ചു സംഭവത്തില് ലാസ്റ്റ് സംഗതി പാടാൻ മറന്നേ. അപ്പൊ അങ്ങനെ പക്ഷെ അതൊന്നും ഒരു പ്രശ്നമേ അല്ല. സംഗതികൾ മറന്നിട്ടുണ്ട്. പക്ഷെ രസമായി പാടി കേട്ടാ, സൂപ്പർ, നല്ല സോങ് സെലക്ഷൻ. പിന്നെ മോൾ ആ പാട്ട് പാടിയ ഒരു മച്യൂരിറ്റി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. എങ്ങനെ പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. ഓരോ സ്ഥലങ്ങളായിട്ട് അങ്ങനെയൊന്നുമില്ല, എനിക്ക് മോള് പാടിയ രീതി കണ്ട് ഞാൻ ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു. നല്ല രസം. മോളുടെ വോയിസ് മോഡുലേഷൻ, ഡൈനാമിക്സ് ഒക്കെ എടുക്കുന്ന രീതി എനിക്ക് എന്തോ ഭയങ്കര നല്ല കറക്റ്റായിട്ട് മോളെ ആരാണോ ട്രെയിൻ ചെയ്യിപ്പിച്ചത് അവർ കറക്റ്റായിട്ട് മോളത് ശ്രദ്ധിച്ച് പാട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് വന്നേക്കുന്നതായിട്ട് എനിക്ക് തോന്നിയത്. ആണല്ലേ? ആ കലക്കി, അവർക്കും ഒരു കയ്യടി. സൂപ്പറായിട്ടുണ്ട് കേട്ടാ. താങ്ക് യു റിമി. ഉള്ളതിൽ ഇങ്ങനെ പൂച്ചക്കുട്ടിയെ പോലെ ഇങ്ങനെ പതുങ്ങിയിരിക്കുന്ന ആളാണോ? ഇതുപോലെയാണോ നിങ്ങളുടെ കൂട്ടത്തിലെ പൂച്ചക്കുട്ടിയാണോ? ഞങ്ങളുടെ അടുത്ത് ഭയങ്കര പുലിയാ. അപ്പൊ സാരിയൊക്കെ എടുത്ത് മുല്ലപ്പൂവിന്റെ വെച്ചിട്ട് ഇങ്ങനെ നിക്കുന്നതാണല്ലേ പാവമായിട്ട്? അങ്ങനെയൊന്നുമില്ല ചേച്ചി. അവള് പാർവതി ചേച്ചിയുടെ കറക്റ്റ് ആയിട്ട് ഇമിറ്റേറ്റ് ചെയ്യും. ഇപ്പൊ കുറച്ച് മുമ്പും കൂടെ എന്നെ ഇത് ജഡ്ജ്മെന്റ് കഴിഞ്ഞ് നമുക്കത് കണ്ടിട്ടേ നമ്മൾ പോണുള്ളൂ. വേണോ? വേണ്ട വേണ്ട ചേച്ചി. ജഡ്ജ്മെന്റ് കഴിഞ്ഞ് ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തിട്ട്. ഓക്കെ, അടുത്ത വണ്ടി വരട്ടെ. ഷാനിക്ക. ഹരി പറയട്ടെ, കാരണം ഇതില് ഒരു സ്പെസിഫിക് പ്ലാൻ ഉണ്ട്. ഓക്കെ. എന്തിനായി നിന്നിൽ വരുന്ന ഒരു, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്ലാനാണ് അത്. പക്ഷേ ഇവിടെ ഞങ്ങൾ അതിനെ പറ്റി സംസാരിക്കണം, അത് മിസ്സായി. അപ്പൊ അത് ഹരി പറയട്ടെ ആ പ്ലാനിനെ പറ്റിട്ട്. എന്നാ ഹരി ചേട്ടാ. അമ്മയാ, എന്താ സർ? എനിക്ക് അമ്മയുടെ ഇതുവരെയുള്ള പെർഫോമൻസിൽ ഏറ്റവും ഇഷ്ടമായത് ഇന്നത്തെയാണ് കേട്ടോ. താങ്ക് യു സർ. നല്ല സോങ്, രവീന്ദ്രൻ മാഷിന്റെ പാട്ട്, ചിത്രമ്മായി പാടിയ പാട്ട്, വലാർ ശരത്ചന്ദ്രവർമ്മ സാർ എഴുതിയ പാട്ട്. എന്തായാലും മോളെ ഒരു ഇംപ്രൂവ്മെന്റ് ഞാൻ കാണുന്നുണ്ട്. ഭയങ്കര ക്ലീൻ ആയിരുന്നു സിംഗിങ്. എനിക്ക് തുടക്കം മുതൽ ഭയങ്കര കൂളായിട്ട് പാടി. എസ്പെഷ്യലി പല്ലവി അടിപൊളിയായിരുന്നു. ഞാൻ ഭയങ്കര അതിശയിച്ചു. കാരണം ഇത് എന്ത് രസമായിട്ടാണ് ടെമ്പോ, അതുപോലെ ശ്രുതി, എവറിത്തിങ് അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു. പിന്നെ ഇതിലൊരു സംഗതി ഉണ്ട്, എന്തിനായി നീ ഒരു സാധനം ഇല്ലേ, അതെന്താ പാടാത്തത്? പാടി നോക്ക്. അതൊന്ന് ശ്രുതി കൊടുക്കാവോ? ഇടിക്കും ഞാൻ. അത് പാടിയില്ലായിരുന്നു. ഇല്ല, ആ പ്ലാൻ പാടിയില്ല. അതല്ലേ ഞാനിങ്ങനെ ഓരോ പ്രാവശ്യം പല്ലവി കഴിഞ്ഞ് തുണ്ടുപല്ലവി കഴിഞ്ഞ് എന്റെ പല്ലവിയില് എങ്ങാനും വരുമോ, എവിടെയും ഇല്ല. അത് പാടാനൊക്കെ പറ്റൂല്ലോ, ഒന്ന് പാടിക്കേ. അതൊക്കെ പുട്ടുപോലെ പാടാൻ പറ്റും. പാടിക്കേ. എന്തിനായി നീ 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 എന്തിനായി നീ നീല
എൻഡിലൊരു ചിത്രമായി ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. നീ ഒരു 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 push. ഒരു പുഷ് ഉണ്ട്. എന്തിനായി നീ അത് പോയി കേൾക്കണം. അങ്ങനത്തെ ചെറിയ എലമെന്റ്സ് ആണ് ഈ പാട്ടിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് മറക്കരുത്. പിന്നെ ലാസ്റ്റ് ഒരു കണ്ണ് കിട്ടാതിരിക്കാൻ ഒരു ചെറിയ തെറ്റ്. പിന്നെ എനിക്ക് ഒരു സംഭവം കൂടി തോന്നിയത്, താരാ താരാരേ താരാര, അതൊന്ന് പാടാവോ? ആരിന്നു നിൻ സ്വപ്നങ്ങളിൽ തേൻ തുള്ളി തൂകി ആ നോട്ട്സ് ക്ലിയർ ആയില്ല. തൂകി തൂകി. യെസ്, ആ നോട്ട്സ് ക്ലാരിറ്റി ഇല്ലായിരുന്നു. ലൈക്ക് 2 സ്റ്റാൻസിലും ക്ലാരിറ്റി ഇല്ലായിരുന്നു. ഇത്ര മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. ബാക്കിയൊക്കെ അടിപൊളി. പിച്ചില് പാടിയതൊക്കെ സൂപ്പർ ആയിരുന്നു കേട്ടോ. സൂപ്പർ. താങ്ക് യു ചേട്ടാ. ഷാനിക്ക. അമ്മയ എന്താ സാർ? അടിപൊളിയായിരുന്നു മോളെ. താങ്ക് യു സാർ. ഒരുപാട് സന്തോഷം. കാരണം ആ ഒരു ഇമ്പ്രൂവ്മെന്റ് കാണുമ്പോൾ ശരിക്കും ഒരു ഭയങ്കര സന്തോഷം മോളെ. കാരണം നിങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഷോയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഞാൻ ആ പ്ലാൻ ഹരിനെ കൊണ്ട് പാടിക്കാൻ കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്ലാനുമാണ് അത്. അപ്പോൾ ഞാനിങ്ങനെ വരുന്നുണ്ട് അതോടെ പോയി. പിന്നെ അടുത്തത് വരുമ്പോൾ വരുന്നുണ്ട് അതോടെ പോയി. അങ്ങനെ കാത്തിരുന്ന് അങ്ങനെ ആ പ്ലാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ചിത്ര ചേച്ചി അതിൽ ചെയ്ത് വെച്ചേക്കണേ. ഓ, എന്തൊരു സിംഗറാണ്. ഞാനിങ്ങനെ ഓരോ പാട്ട് നമ്മളിങ്ങനെ എനിക്ക് തോന്നുന്നു എല്ലാം ചിത്ര ചേച്ചി സ്പെഷ്യലായിരുന്നു. പിന്നെ ഈ രണ്ടാമത് പറഞ്ഞ ആ ഒരു പ്ലാനിന്റെ ക്ലാരിറ്റി, ഏതാണ് നോട്ട് എന്ന് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റിയില്ല. നമുക്ക് തന്നെ ഇതായിരുന്നോ അങ്ങനെയുള്ളൊരു ഡൗട്ടിലായിപ്പോയി. പക്ഷെ എനിക്ക് ആ പ്ലാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലാനാണ്. അത് കിട്ടാത്തതിൽ എനിക്ക് ചെറിയൊരു ദുഃഖമുണ്ട്. ബട്ട് അഗൈൻ ഞാൻ മോളുടെ ഈ ഒരു ഇമ്പ്രൂവ്മെന്റിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. ഇനിയും ഇതുപോലത്തെ കഴിഞ്ഞ പ്രാവശ്യം എത്ര മോൾക്ക് മാർക്ക് കിട്ടിയത്? 24. ഓക്കെ, നൈസ്. തവണ എന്തായാലും കൂടും. കഴിഞ്ഞ പ്രാവശ്യം ഏതായിരുന്നു പാട്ട് പാടിയത്? ഫാസ്റ്റ് ട്രാക്ക്. ഓക്കെ. മറ്റേ കൊടം തൂണ് അതന്നെ. മറന്നോ? ഫുൾ പ്രോപ്പർട്ടി വെച്ചിട്ട് അതിന്റെ നടുക്ക് ഒരു വികാരം ഇല്ലാതെ ഇരുന്ന് പാടി ആ പാട്ടല്ലേ? ഓക്കെ, അത്രേ ഉള്ളൂ. അടിപൊളിയായിട്ട് പാടി മോളെ. നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട്. കീപ് ഗോയിങ് ലൈക്ക് ദിസ് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഹരിച്ചേട്ടാ. അപ്പൊ അമ്മയ്ക്ക് ഒരു ഇംപ്രൂവ്മെന്റ് കണ്ടതുകൊണ്ട് ഐ ആം ഗിവിംഗ് യു 9 out of 10. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. അവള് കിളി പോയി. ഷാനിക്ക. എനിക്ക് ആ പ്ലാൻ കിട്ടാത്തത് കൊണ്ട് ഐ ആം ഗിവിംഗ് യു 8.5. താങ്ക് യു സർ. താങ്ക് യു ഷാനിക്ക. ചേച്ചി. എനിക്കൊരു പ്ലാനും ഇല്ലാത്തത്. ഐ ആം ഗിവിംഗ് യു 9. സൂപ്പർ. താങ്ക് യു മാം. നല്ല സ്കോർ ആണല്ലേ? 26.5 മാർക്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അമ്മയാ സൂപ്പർ. അപ്പൊ കൂടി ലാസ്റ്റേലും കൂടി. അപ്പൊ ഇനിയും കൂട്ടണം നമുക്ക്. ഓക്കെ, അപ്പൊ വേഗം പോയി പ്രാക്ടീസ് ഒക്കെ നടക്കട്ടെ. ഓക്കേടാ.